അവസാനമാണ്. ഈ ദൈവം എന്നുവന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഈ ദൈവം എന്നുവന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. അപ്പ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യും. അത് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. അങ്ങനെ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണം കർത്താവേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെ ഏകാഗ്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ കോട്ടക്കുള്ളിൽ ആലയത്തിൽ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരെയും പുതിയ ഞങ്ങളുടെ ചിന്താമണ്ഡലത്തെ കുഞ്ഞാടിന്റെ രക്തത്തിൽ പുതിയ മൂലന്മാർ കൂടിയ ബാലമായി ായിട്ടുള്ളതുകൊണ്ട് ഞങ്ങളിതിനെ സ്തുതിക്കുക. അതിന്റെ നാമേൽ അഗ്നി അഭിഷേകം തന്നാട്ട് അവിടുന്ന് ദേഹത്തോട് ഇടപെട്ട് പറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ജനത്തെ ആശ്വസിപ്പിക്കണം. അവിടുന്ന് ജനത്തെ ബലപ്പെടുത്തണം. അവിടുന്ന് മക്കളെ ശക്തീകരിക്കണം. വന്ന പോലെയല്ല, ശക്തി പ്രാപിച്ചവരായി ബലം പ്രാപിച്ചവരായി ഈ ദൈവം ആരാണെന്ന് വാസ്തവമായി ഞങ്ങൾ അനുഭവിക്കാൻ സകല കൃഷ്ണന്റെ മകൾ മറച്ചു നിർത്തിയ അതിനെ ആരും ഒറ്റ വാക്ക് പോലും അതിനെ ഉയർത്താം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ഉയർത്താം. അവന് ഞങ്ങളോടുള്ള സ്നേഹം കരുതണമെന്ന് വിളിച്ചു പറയാം. സകല പുത്രന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവം ആരാണ്? ഈ ദൈവം ഹു ഈസ് ദിസ് ഗോഡ്? ഈ ദൈവം ആരാണെന്നുള്ളതിനെ കുറിച്ച് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചാൽ പുറപ്പാട് 3:7 യഹോവ അരുളി ചെയ്തത്, ഇസ്രായേലിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഇവിടെ നമുക്ക് 3 കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് മോശയിൽ കൂടെ ഇസ്രായേൽ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ ജനതയോട് പറയുന്നതാണ് വാഗ്ദത്തമാണ്. എന്താണ് അവിടെ പറയുന്നത്? മോശയിൽ കൂടെ ദൈവം അറിവ് ചെയ്യാണ്, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. എന്തിനാണ് ഈ 2 പ്രാവശ്യം കണ്ടു എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ എന്നുള്ള വാക്കിനെ പറ്റി അടിസ്ഥാനങ്ങൾ കാണാനായിട്ട് വാസ്തവമായിട്ട് ഞാൻ നിങ്ങളോട് പറയുക, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഈ സങ്കടങ്ങളിൽ നിലവിളി തമ്മിലുള്ള വ്യത്യാസമുണ്ടോ? സങ്കടങ്ങൾ എന്ന് പറഞ്ഞെന്താ? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങിക്കുന്ന വേദനകളാണ്. സംതിങ് വി കാനോട്ട് ഷെയർ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ നമ്മളെ പരിഹസിക്കും, അവർ നമ്മളെ നിന്ദിക്കും, അവർ നമ്മളെ കളിയാക്കും. അത് മാത്രമല്ല, പലതും നമുക്ക് ഹൃദയം തുറന്ന് മറ്റുള്ളവരോട് പറയാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് സങ്കടങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ തിങ്ങിയാൽ ഉണ്ടാകുന്നതാണ് നൊമ്പരങ്ങൾ. ഇതാ സങ്കടങ്ങൾ. പക്ഷെ കർത്താവ് പറയാണ്, നിന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങൾ പോലും ഒപ്പിയെടുക്കുന്ന ഒരുവനുണ്ട്, അതാണ് ഞാൻ. നിങ്ങളുടെ ജീവിതത്തിലെ മണിക്കൂർ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കിടന്നപ്പോൾ ദൈവമേ ഏതനുഭവത്തെ തുടങ്ങിയത് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ മണിക്കൂറുകൾ എണ്ണി പറഞ്ഞാലും തീരത്തില്ല. എന്റെ ദൈവം എന്റെ
ടീച്ചേഴ്സ് വന്ന ഒരു പ്രൈവറ്റ് പാർട്ടിയുടെയാണ്. അപ്പൊ അവിടെയാണ് ഞങ്ങളുടെ കോളേജിലെ മിക്കവാറും എല്ലാ ടീച്ചേഴ്സും ഞങ്ങളൊരു 14 വീടുകളാണ്. 10 വീട്ടിൽ കോളേജിലെ ടീച്ചേഴ്സാണ്. അപ്പൊ ഈ കോളേജിലെ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഞാന് അവരെ പാട്ടുപാടും ആരാധിക്കും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ എതിർപ്പുകൾ ഉണ്ടായി. കാരണം അതിന്റെ അകത്ത് പറയാൻ ലജ്ജിക്കത്തക്ക വിധത്തിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. എല്ലാ കോളേജ് ടീച്ചേഴ്സാണ്. മദ്യപാനമുണ്ട്, അല്പസ്വല്പം വ്യഭിചാരമുണ്ട്, പിന്നെ എല്ലാ കെടുപിടികളും ഉണ്ടാകാത്ത. അപ്പൊ ഞങ്ങൾ ഇതൊന്നുമില്ലാതെ മാറി നിന്നത് കൊണ്ട് ഭയങ്കരമായ എതിർപ്പുകളായി. പല രാത്രികളിൽ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്ന് വിഷമിച്ച്, ദൈവമേ ഞങ്ങൾ എങ്ങനെ ഈ സ്ഥലത്ത് താമസിച്ച് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവം. ആ സമയത്തൊക്കെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ സങ്കടങ്ങൾ നീങ്ങി പൊങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവാത്മകരമായ വിധത്തില് ഒരു വീട് വെക്കാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തന്നു. അങ്ങനെ അതിന് വേണ്ടതായ ക്രിയകളൊക്കെ ചെയ്ത് ഒരു വീട് വെക്കാനൊക്കെ അതിനകത്ത് ചില സംഭവങ്ങളുണ്ടെന്ന് ഞാൻ പറയാം. അങ്ങനെ ഉണ്ടായി ഞങ്ങളൊരു വീട് പണിത ആ സമയത്ത് കാർ കുറിച്ച് പണിതില്ല. കാരണം അന്നത്തെ എന്റെ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലാണ്. കാരണം എന്ന് വെച്ചാൽ അപ്പൊ ഒരുപാട് ആവശ്യം പലതാണ്, ഒരുപാട് വേലയുടെ ആവശ്യങ്ങളുണ്ട്. അതിന്റെ മധ്യത്തില് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ മാറ്റി വിൽക്കാനായിട്ട് നമുക്ക് കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്റെ കയ്യിൽ വലിയ വരുമാനമൊന്നുമില്ല. അപ്പൊ ഒരു വീട് വെക്കാതിരിക്കാനായിട്ട് ഒരു നിവർത്തിയില്ല. ആകെ വിഷമിച്ച് അതുകൊണ്ട് ദൈവം വേറെ വഴി എടുത്തതിന് പിന്നെ ഞാൻ വരാം. അങ്ങനെയാണ് ഞങ്ങൾ വീട് വെച്ചപ്പോൾ ആർപ്പിച്ചില്ല. എന്നാൽ 90s ഒക്കെ ആയപ്പോൾ ഷിഫ്റ്റൊക്കെ മാറി കഴിഞ്ഞു. റെഗുലർ ക്ലാസ് ആയപ്പോൾ ഉച്ചയ്ക്ക് വന്ന് വില്ലേജ് പോകണം. ഇച്ചിരി കോളേജ് ഞാൻ താമസിക്കുന്നത് തമ്മിൽ 2-3 കിലോമീറ്റർ വ്യത്യാസമുണ്ട്, 2 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ പോകാൻ വരാൻ നിവർത്തിയിൽ എനിക്ക് സ്കൂട്ടർ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫിയറ്റ് കാർ വാങ്ങിച്ചു. അപ്പൊ ഫിയറ്റ് കാർ വാങ്ങിച്ചപ്പോ കാർ കുറച്ച് പണിയാനായിട്ട് തീരുമാനിച്ചു. കാർ കുറച്ച് പണിത് തുടങ്ങി കഴിഞ്ഞ് പകുതിയായപ്പോഴാണ് ഇത് മണൽ. അന്ന് മണലിന് ഭയങ്കര ക്ഷാമം. ഒരു രക്ഷയില്ല. മണൽ കിട്ടാൻ ലോഡ് കണക്കിന് മണൽ വേണമെന്ന് പറഞ്ഞാൽ കേസ് ഇറക്കി തരും. പക്ഷെ നമുക്കൊരു അരലോട് മണൽ ഇറക്കി കിട്ടാൻ വലിയ പ്രയാസം. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടിപ്പുറത്ത് ഞങ്ങളുടെ കോളേജിൽ ടീച്ചർ താമസിച്ചിരുന്നു. അവരുടെ മുറ്റത്ത് മണൽ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ടീച്ചറിനെ മണലിൽ എടുത്തോട്ടെ, ടീച്ചർ എടുത്തോ, അതിനെന്താ സാർ എടുത്തോ, എനിക്ക് ആവശ്യം വരുന്നെങ്കിൽ തന്നാൽ മതി. അപ്പൊ ഞാൻ എടുത്തു. കാർപോർട്ടൊക്കെ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ അല്പം മണൽ അല്പം മണല ഒന്നുമില്ല. എല്ലാവരും 19 രൂപയുടെ സാധനമേ ഉള്ളൂ. അങ്ങനെ മണൽ കിട്ടാൻ വിഷമിച്ചിരുന്നു. ഒരു ദിവസം രാവിലെ ഞങ്ങള് ഇരിയൂന്റെ ഒരു ക്യാമ്പ് കണ്ണൂർ നടക്കുന്നു. ഞാനും വൈഫും കൂടെ വീട് കൂട്ടി ഞങ്ങൾ പുറത്തിറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ടീച്ചർ, സാധാരണ ഞങ്ങൾ ദേഷ്യപ്പെടുന്ന ടീച്ചറൊന്നുമല്ല, വളരെ സൗമ്യമായി ഞങ്ങൾ എല്ലാവരും വളരെ ടീച്ചർ. അന്ന് ടീച്ചർ വളരെ പ്രകോപിതമായിട്ട് സംസാരിച്ചു. എനിക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് എനിക്ക് മണലിറക്കി കിട്ടണം, അല്ലെങ്കിൽ ശരിയാവില്ല. സാർ എന്നോട് ആവശ്യം വരുമ്പോൾ തന്നോളാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. ഞാൻ ആകെ വിഷമിച്ചു. ഞാൻ വാസ്തവത്തിലായി ഈ ക്യാമ്പിൽ ചെന്നിരുന്ന എനിക്ക് ഒട്ടും ഇടയാക്കില്ല. എന്റെ ഹൃദയം എങ്ങനെ ഞാൻ പറഞ്ഞു, ആരോട് പറയാൻ പറ്റത്തില്ല. എങ്ങനെ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അവർക്ക് ഞാൻ മണൽ കൊടുക്കും. ഞാൻ പൈസ എത്ര വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ എവിടെ എനിക്ക് മണൽ കിട്ടും? ആരെനിക്ക് മണൽ ഇറക്കി തരും? വൈകുന്നേരം ചെല്ലുമ്പോ ഒന്നും മറുപടി പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം സത്യം പറയാം, എനിക്ക് മണൽ കിട്ടുന്ന ഒരു വിശ്വാസമില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം മാത്രം കർത്താവേ വൈകിട്ടിരുമ്പോൾ ആ ടീച്ചറിനോട് ഒന്ന് എതിർത്ത് പറയാതിരിക്കാൻ, സൗമ്യമായ ആ ടീച്ചർ എന്ത് പറഞ്ഞാലും കേൾക്കാൻ എനിക്കൊരു അത്ര വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഉള്ള കാര്യം പറയണമല്ലോ. ഇവിടെ ചുരുക്കിയൊക്കെ പറയാം. വൈകുന്നേരമായി ഞാൻ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് വരുമ്പോ ഞാൻ നോക്കുമ്പോ വീടിന്റെ മുറ്റത്ത് മണലിറക്കിയത്. ഞാൻ എവിടുന്നാ വന്നേ? അപ്പൊ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, അനേക നാളുകൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ പഠിച്ചൊരു കോൺട്രാക്ടറാണ്. അവരോട് ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരല്പം
ചിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എന്റെ സൈറ്റിൽ പോകാൻ പറ്റുന്നില്ല. Someone was pressing me like anything and telling me, go and bring sand for Professor Alexander. മണൽ കൊണ്ടിറക്കണം. സാറെ സ്വസ്ഥതയില്ലാതെ ഞാൻ വായിച്ചെടുത്ത് എത്ര മൈൽ കറങ്ങിയെന്നറിയാമോ? ഒരല്പം മണൽ കിട്ടാൻ. അങ്ങനെ മണൽ കിട്ടി സാറിന്റെ വീട്ടിന്റെ മുന്നിൽ ഇറക്കി തന്നതാണ്. ഒരല്പം മണൽ 50 രൂപ പോലും വിലയില്ല. പക്ഷേ ഞാൻ അനുഭവിച്ച വേദന ആർക്കും അറിയത്തില്ല. ഞാനും പരിശോധിച്ചു. പക്ഷേ സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യത്തിൽ എന്റെ സങ്കടം അവർ അറിഞ്ഞു. അവരെനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ഒരു പൈതലിനെ ഓടിച്ച് എനിക്ക് ആവശ്യമുള്ള മണൽ തക്ക സമയത്ത് അവർ ഇറക്കി തന്നു. ഇതാണ് നമ്മുടെ ദൈവം. ഞങ്ങൾക്ക് ആ കോട്ടേജിൽ താമസിക്കാൻ പ്രയാസം, ഭയങ്കര പ്രയാസം. ഒരു ദിവസം ഞാൻ സിനിമ കാണാത്തത് കൊണ്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട സാറ് ആ കോട്ടേജിനകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ഒരു സിനിമ ഫിലിം സകലം വാങ്ങിച്ച് അതിന്റെ മൈക്ക് അതിന്റെ വലിയ ലൗഡ് സ്പീക്കർ എന്റെ വീടിന്റെ നേർക്ക് തിരിച്ചു വെച്ച് രാത്രി മുഴുവൻ സിനിമ നടന്നു. ഞങ്ങള് ലീവിന്റെ ക്യാമ്പിന് തിരിച്ചു വരുമ്പോ വാതയ്ക്ക് ഒട്ടിച്ചു വെച്ചേക്കും കപടഭക്തരെ ഒറ്റപ്പെടുത്തുക, യൂദാസിനെ കല്ലെറിയുക. നിവർത്തിയില്ല. അനേക രാത്രികൾ ദിവസങ്ങളിൽ കിടന്ന് കരയും. കർത്താവേ, നീ ഒരു പരിഹാരം തരണം. ഞങ്ങൾ നിന്റെ മക്കളാണ്. ഞങ്ങൾ നിന്റെ നാമത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ അപമാനം സഹിക്കാൻ തയ്യാറാണ്, നിന്നെ സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ എത്ര നാളിങ്ങനെ കഴിയും? 10 വർഷം ഞങ്ങൾ അതിനകത്ത് കഴിഞ്ഞു കൂടിയുമാണ്. ഓരോ രാത്രികളും വളരെ പ്രശ്നം സങ്കീർണമായി. അങ്ങനെ ഇരുന്നപ്പോഴാ ഞാൻ ആലോചിച്ചു, എന്റെ ഫാദർ എനിക്ക് 2 ഏക്കർ സ്ഥലം തന്നായിരുന്നു. ആ സ്ഥലം വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു വീട് വെക്കണം. അപ്പൊ നോക്കുമ്പോൾ സ്ഥലം ഞാൻ മലബാറിൽ പോയി ജോലിക്ക് പോയതേ എന്റെ പേരൻസിന് ഇഷ്ടമല്ല. കാരണം മലബാറിന് കേട്ടാൽ അവർക്ക് പേടിയായിരുന്നു. എന്റെ ഫാദറിന്റെ എന്റെ മദറിന്റെ ഒരു ഉപ്പാപ്പൻ മലബാറിലുള്ള എസ്റ്റേറ്റ് സൂപ്പറുണ്ടായിരുന്നു. അവിടെ ലേബർ പ്രോബ്ലംസ് ഉണ്ടായിട്ട് ആ ഉപ്പാപ്പനെ എല്ലാവരും കൂടെ തല്ലിക്കൊണ്ടു. ഉപ്പാപ്പന്റെ ജനശരീരം കൂലി വെട്ടാക്കി കാണാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മച്ചിക്ക് മലബാറെന്ന് കേട്ടാലേ അവിടെ ഭീകരന്മാരുടെ രാജ്യമെന്നാണ് ഭയം. അതുകൊണ്ട് എന്നോട് അവർ പറ്റത്തില്ല. മലബാറിനെ ഇത് ചിരിക്കുന്നത് പറ്റത്തില്ല, ഞാൻ വിടത്തില്ല. പക്ഷെ അതൊക്കെ ജോലിക്കൊക്കെ പോയതൊക്കെ ഭയങ്കര പിറക്ക. അങ്ങനെ കയറി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. 2 മണിക്കൂർ പറഞ്ഞാലും നിൽക്കത്തില്ല. ഞാൻ ചുരുക്കി പറഞ്ഞു പോവുകയാണ്. അപ്പൊ മലബാറിന് വീട് വെക്കരുത്. അപ്പൊ വീതം വെച്ചപ്പോ 2.5 ഏക്കർ റബ്ബർ എനിക്ക് തന്നു. പക്ഷെ തന്ന വിടാന്നറിയാമോ? ഈ 10 ഏക്കറിന്റെ അങ്ങേറ്റം. യാതൊരു കാരണവശാൽ ഞാൻ വിറ്റോണ്ട് പോകത്തില്ല. സ്നേഹം കൊണ്ട ദേഷ്യപ്പെട്ടതല്ല, ഒരു തരത്തിലും വിറ്റോണ്ട് പോകരുത്. അങ്ങേയറ്റം 2.5 ഏക്കർ തന്നു. ഞാൻ കിടന്നിട്ട് കമ്പരാതെ ഞാൻ ഇവിടെ കിടന്ന് കർത്താവിന്റെ കാലെ പിടിച്ച് നിലവിളിയാണ്, നീ എനിക്ക് വഴി തരണം, അത് വിൽക്കാൻ സാഹചര്യം ഒരുക്കണം. ഇവരുള്ളത് നടന്നെന്താണെന്നറിയാമോ? ഇവർക്ക് ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടപ്പുറത്ത് ഒരു 15 ഏക്കർ സ്ഥലം ഓർത്തഡോക്സുകാരെ കോളേജിനായിട്ട് വാങ്ങിച്ചു. അപ്പൊ ഞങ്ങളുടെ സ്ഥലം കൂടെ മൊത്തത്തിൽ എടുക്കാമെന്ന് അവർ എഗ്രി ചെയ്ത് കരാർ എഴുതില്ല. പക്ഷെ സമയമായപ്പോൾ അവർക്ക് കോളേജ് കിട്ടിയില്ല. അഡ്വാൻസ് എങ്ങനെയായിട്ട് വാങ്ങി. അങ്ങനെ ഇതപ്പോൾ ഞങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ഞങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു അച്ചായൻ പറഞ്ഞു, എടാ നിനക്കത് അവിടെ കിടന്നിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞ അച്ചായൻ ചെയ്യുന്ന അവരോട് പറഞ്ഞു, നിങ്ങളുടെ അഡ്വാൻസ് പണം അവരുടെ കൈ കിടക്കുകയോ സാധാരണ വീട്ടിൽ തിരിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ കരാറ് ബ്രേക്ക് ചെയ്താണ്. പക്ഷെ അവർക്ക് ആ പൈസ വേണ്ട. ഒരു കാര്യം ചെയ്യും, ആ മൂത്ത മറ്റേ ബസ് നിങ്ങളുമായിട്ട് ബസ്സിനോട് ചേർന്ന് എടുക്കുക, അതങ്ങ് മാറ്റണം. ഞങ്ങൾക്ക് വസ്തു വിൽക്കരുതെന്ന് വിചാരിച്ച് പേരൻസ് അങ്ങ് അറ്റത്തെത്തുകയും ദൈവം ബാക്കിയുള്ള 7.5 ഏക്കർ ഇപ്പം എടുത്തിട്ടേച്ച് എന്റെ 2.5 ഏക്കറിനപ്പുറം വേറെ രാജ്യം കൊണ്ട് വാങ്ങിപ്പിച്ച് ഞങ്ങൾക്ക് ആ വീട് വെക്കാനുള്ള പണം ദൈവം തന്നു.
ഇതാ നമ്മുടെ ദൈവം, ഇവരാണ് നമ്മുടെ കർത്താവ്, ഇവരാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നവൻ, നമ്മുടെ നിലവിളിയേക്കുന്നവൻ. ഈ സങ്കടങ്ങൾ അങ്ങ് വർദ്ധിച്ചു കഴിയുമ്പോ നമ്മൾ പിങ്ങി പൊട്ടിപ്പോകും. അതാണ് നിലവിളി, അല്ലേ? അയ്യോ, എത്രയോ രാത്രികൾ നിലവിളിച്ച രാത്രി, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ച രാത്രി എളിയാൽ തീരത്തില്ല. എനിക്കറിയാമല്ലോ, ഞാൻ എംകോമിന് ചേർന്നപ്പോ എനിക്ക് ബികോമിന് 44.76% മാർക്കേ ഉള്ളൂ. 45% മാർക്കില്ലെങ്കിൽ എംകോമിന് അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല. പക്ഷേ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലറെ കണ്ട് അതേ വ്യക്തി റെക്കമെൻഡ് ചെയ്ത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ദൈവം അഡ്മിഷൻ മാറ്റി. നോക്കിക്കോണേ, റിക്വയർഡ് മിനിമം മാർക്സ് പോലും ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലേക്ക് ബെസ്റ്റ് കോളേജിലെ എംകോമിന് ദൈവം അഡ്മിഷൻ തന്നു. അന്ന് കേരളത്തിലേക്കും എംകോമിന് ഏറ്റവും ബെസ്റ്റ് 5 കോളേജാണ് കേരളത്തിൽ. അതിലൊന്ന് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ്. അവിടെ അഡ്മിഷൻ തന്നു. അവിടെ ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങി. വർത്തമാനസഭയിൽ ഇയാക്കിമാർ ബിഷപ്പൊക്കെ അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നു. അവരുടെ ഹോസ്റ്റലിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാനോട് ചെന്നാൽ നേതൃത്വം കൊടുത്തു. അങ്ങനെ ആ ഗ്രൂപ്പൊക്കെ നല്ലപോലെ വളർന്ന് ഒരുപാട് നിന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ചിരുന്നത് ദൈവവും ദൈവത്തിന്റെ പിന്നാലെ. അപ്പൊ ഞങ്ങള് പുറത്തൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സാഹിബിന്റെ ഗ്രൂപ്പ് കഴിഞ്ഞ് വരുമ്പോ കേൾക്കാൻ വേണ്ടി ദാണ്ടടാ ദൈവവും ദൈവത്തിന്റെ കുഞ്ഞാടുകളെല്ലാം കൂടെ വരുന്നട. കുളിക്കാൻ കയറുമ്പോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് എല്ലാം കൂലി വെക്കട. ദാണ്ടടാ ദൈവം കുളിക്കാൻ പോകും. ഭക്ഷണ മേശയില് മെസ്സോളി കേറുന്നുടനെ തുടങ്ങി കഴിക്കാൻ. എത്ര രാത്രികൾ നിന്ന് കരഞ്ഞിട്ടുള്ളത്. അതിന്റെ കൂടെ ഇടിവെട്ടി വരെ പാമ്പൊഴിച്ചു നോക്കുന്നവരെ ജനുവരി ആയിരുന്നു യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ നടത്തുന്ന ഒരു ഇൻഡാസ്. Mr. Alexander is not having the minimum marks for MCOM admission. He cannot continue the course. He has to discontinue. Professor Mr. Alexanderന് എംകോമിന് അഡ്മിഷനുള്ള 45% മാർക്കില്ല. അദ്ദേഹത്തോട് പിരിഞ്ഞു പോയിട്ടുള്ളാൻ ആവശ്യപ്പെട്ടു. രജിസ്ട്രാർ ഞാൻ ഓടി എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഞാൻ കേൾക്കുന്നതോ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് പ്രോ വൈസ് ചാൻസലറാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സംഗതിയൊക്കെ നേരെയാണ്. ഞാൻ ചെന്ന് കോട്ടേഴ്സിൽ ചെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു, പിന്നാരാ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞു. രജിസ്ട്രാർ ഇടപെട്ട കേസാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കോർപ്പറേഷൻ കരഞ്ഞോണ്ട് പുറത്തോട്ട് വിളിക്കും. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ ആശ്രയിക്കുന്നത് നല്ലത്. എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പരിശുദ്ധാത്മാവ് അതിന് കോറിയിട്ടു. എന്നിട്ട് എനിക്കറിയത്തില്ല എങ്ങനെ നടക്കുമെന്ന്. ഞാൻ ഓടി നടന്ന് ഉള്ള സിദ്ധിക്കാർ എല്ലാവരും പറഞ്ഞു നത്തിങ് ഡൂയിങ്. കോളേജുകാർ ഇങ്ങനെ പറയാൻ ക്ലാസ് കാണിക്കും, ഞങ്ങൾ അതിന് കുട്ടിക്കാൻ പറ്റത്തില്ല. നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്, പക്ഷെ പരീക്ഷയിലൊന്നും പറ്റത്തില്ല. ഞാൻ ചുരുക്കി ഓടിച്ചു പറഞ്ഞു പോകുക. ഹോൾ ടിക്കറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ ആ സമയത്ത് സ്റ്റഡീന് വായ്പ നേരെ നാട്ടിലേക്ക്, കാരണം നാട്ടിലാരും അറിയത്തില്ല. അപ്പൊ അവിടെ ചെന്ന് സ്വസ്ഥമായിട്ട് സ്റ്റഡീന് വന്നാന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കഴിക്കുമ്പോഴാണ്. അങ്ങനെ ഇരുന്ന് സ്റ്റഡീനൊക്കെ ഏതാണ്ട് തീരാറായ എക്സാമിനേഷൻ ഒരു 10 ദിവസം മുമ്പ് ഞാൻ കോളേജിൽ വന്നു. നേരെ ഓഫീസിലോട്ട് ചെല്ലുന്ന ഉടനെ അവിടുന്ന് സൂപ്രണ്ട് വിളിച്ചു പറഞ്ഞു, അലക്സാണ്ടർ വന്നിട്ടുണ്ട്, പുള്ളിയുടെ ബികോമിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് പാവത്തിന് പറഞ്ഞുകൂടെ എന്തിനാ ഇങ്ങനെ നടത്തിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറെ കാര്യം അതേ പറഞ്ഞു, പരീക്ഷ ഹോൾ ടിക്കറ്റ് വരുന്നതിന് മുമ്പ് ഒരു നോമിനൽ റോൾ വരും. ആ നോമിനൽ റോളിൽ പോലും തന്റെ പേര് സ്ട്രൈക്ക് ചെയ്തിട്ടാണ്. അതുകൊണ്ട് പരീക്ഷയൊന്നും എഴുതാൻ പറ്റത്തില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കാതെ പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും
വിളിച്ചപ്പോൾ എന്റെ ഹോൾ ടിക്കറ്റ് ആദ്യത്തെ ഹോൾ ടിക്കറ്റ്. യോഗ്യതയില്ലാത്ത എന്നെ 1972 യൂണിവേഴ്സിറ്റിയുടെ റൂള് മാറ്റി എഴുതിച്ചു. എനിക്കൊരാൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റിയുടെ റൂള് മാറ്റി എഴുതിച്ചവനാ ദൈവം. യൂണിവേഴ്സിറ്റിയുടെ റൂള് പരീക്ഷ എഴുതാനിക്ക് ഒരാഴ്ച എഴുതണം വേണ്ട സംശയമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, മോനെ ഇത്രയും നടത്തിയെങ്കിൽ ഇനി നടത്താൻ ഞാൻ വിശ്വസ്തനല്ലേ? ഞാൻ പരീക്ഷിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന പോർഷൻസ് പഠിച്ചു. പരീക്ഷയിൽ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ 14 പേരിൽ 10 പേർക്ക് തേർഡ് ക്ലാസ്, ഒരു ഫസ്റ്റ് ക്ലാസ്സാണ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക്. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹൈ സെക്കൻഡ് ക്ലാസ് കൂടി ദൈവം പാസ്സാണ്. അത് കഴിഞ്ഞപ്പോ അതുവരെ ദൈവം വിളിച്ചെന്നെ കളിയാക്കിയ ഹോസ്റ്റൽ മേറ്റ്സ് ഒക്കെ പറയാൻ തുടങ്ങി, എടാ അയാൾ ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തെ കുറിച്ച് കാര്യങ്ങൾ സാധിക്കുന്നു. ഞാനൊരു അത്ഭുത വിഷയമാക്കി ദൈവം എന്നെ മാറ്റി. ഞാൻ പറയുകയാണ്, ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഇന്നും തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ഒരു കേൾവിയല്ല, അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ് ദൈവത്തിന്റെ വഴികൾ. നീ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയ പരിശുദ്ധാത്മാവ് തരുന്നതനുസരിച്ച് ഞാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന 2 മാസത്തിനുള്ളിൽ എനിക്ക് തളിപ്പറമ്പ് സർസൈൻ കോളേജിലെ ജൂനിയർ ലെക്ചറായിട്ട് കയറാനായിട്ട് അവസരം ലഭിച്ചു. വാസ്തവത്തിൽ ഈ തളിപ്പറമ്പ് സർസൈൻ കോളേജ് ജൂനിയർ ലെക്ചറായിട്ട് ഞാൻ കയറുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള വർക്ക് ലോഡ് ഇല്ല. വർക്ക് ലോഡ് കാൽക്കുലേഷനിൽ തെറ്റിയിട്ടാണ് അവരെന്നെ അപ്പോയിന്റ് ചെയ്തത്. ഞാനിത് അറിഞ്ഞില്ല. പക്ഷെ കുറെ കഴിഞ്ഞ് ഡയറക്റ്റ് പേയ്മെന്റ് വന്നപ്പോ മുഴുവൻ അരിച്ചു പറഞ്ഞു. മനസ്സിലാക്കുന്നത് മുഴുവൻ അരിച്ചു പറക്കി അവരെല്ലാം അരിച്ചു പറക്കിയാണ് ഡയറക്റ്റ് പേയ്മെന്റിൽ ഉള്ള ആളുകളെ സെലക്ട് ചെയ്തത്. അന്നേരം ഞാൻ അകത്ത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ആദ്യം കുറെ പോയിട്ടില്ല അകത്ത്. അത് കഴിയുമ്പോ UGC വന്നപ്പോ ഭയങ്കര അരിച്ചു പറഞ്ഞത്. എന്നേക്കാൾ സീനിയേഴ്സ് പലരും പ്രീഡിംഗ് ലെവലിൽ അവർക്ക് UGC അരിയം കിട്ടിയില്ല. ഒരു അവർ പോലും ബാക്കിയില്ലാത്ത ഞാൻ അപ്പുറം ലക്ഷക്കണക്കിന് രൂപയുടെ ആദ്യം കയ്യിലിരിക്കുന്നു. ഇതാണ് നമ്മുടെ ദൈവം. പിന്നെ എങ്ങനെ അവരെ വർദ്ധിക്കാതെ വെക്കും? എങ്ങനെ അവന് വേണ്ടി ഓടാതിരിക്കും? എങ്ങനെ അവന് വേണ്ടി അധ്വാനിക്കാൻ? നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം, നിലവിളി കേൾക്കുന്ന ദൈവം. എന്റെ ഭാര്യ 2004 ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് യൂട്രസ് റിമൂവൽ ഓപ്പറേഷൻ കഴിഞ്ഞ് 20ാമത്തെ ദിവസം ഭയങ്കരമായ ബ്ലീഡിംഗ് ഉണ്ടായി. ആംബുലൻസിൽ വെച്ച് ജീവൻ പോയതാണ്. കംപ്ലീറ്റ് ജീവൻ പോയതാണ്. 10-15 മിനിറ്റ് അവർക്ക് പൾസില്ല, അനക്കമില്ല, ആവില്ല. ഞാൻ ഒരു ആംബുലൻസിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച് വ്യക്തിമായുടെ നിലവിളിക്കൽ നിന്ന് കർത്താവ് അന്ന് രാത്രിയുടെ നിലവിളിപ്പിൽ നിന്ന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഒരു 10 മിനിറ്റ് ചുറ്റി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ആംബുലൻസിൽ യാത്ര ഭയങ്കര സ്പീഡിൽ ഞങ്ങളെ ചുരത്തറയുന്ന കാലിക്കറ്റിലേക്ക് വരിക. കാലിക്കറ്റ് മേജർ ഹോസ്പിറ്റലാണ് സർജറി ചെയ്യുന്നത്. വേഗത്തിൽ വരിക. പറ്റിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് പറഞ്ഞു എനിക്ക് സുഖം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ വെല്ലുന്നൂറിലെ ഹോസ്പിറ്റലിൽ ഒരുപാട് വലിയക്കാരുണ്ട്. ഡോക്ടേഴ്സ് ഒരുപാട്. എന്റെ കസിന്റെ ഹസ്ബൻഡ് ഡോക്ടർ CM കുര്യൻ അവിടെ ENTയുടെ ഹെഡായിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ റിട്ടയർ ചെയ്ത് ENT പ്രൊഫസറാണ്. ഡോക്ടർ മാണി സാറ് ഈ മായിട്ടുള്ള ബന്ധത്തിൽ വളരെ അടുപ്പമുള്ള മാണി സാറാണ്. തോമസ് മാത്യു സാർ
ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ്. അതിന് പോരാഞ്ഞ് അതിന്റെ ഓണറായിരുന്ന ഡോക്ടർ അലക്സാണ്. ഞാൻ തിരുവനന്തപുരം കോളേജ് പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോൾ അതിന്റെ ഗവേണിംഗ് കൗൺസിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. എന്നോട് ഭയങ്കര സ്നേഹവും ബഹുമാനമുള്ള മനുഷ്യനാണ്. ആർക്കും ഇവരെല്ലാം ആകെ ഞെട്ടിപ്പോയി. കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ രാജൻ എന്ന് പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ റിപ്പയർ ചെയ്ത് ഗൈനക് കോളേജ് ഒരു കാലം തളർന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഓടി നടന്ന അബുദാബി മുതൽ ലോകമുള്ള സകല ഹോസ്പിറ്റലിലും പോയി സർജറി ചെയ്ത മനുഷ്യനാണ്. അതേ ഞങ്ങളോട് പറഞ്ഞു, എന്റെ കരിയറിൽ ആദ്യത്തെ അനുഭവമാണ്. എന്തുകൊണ്ടുണ്ടായെന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്ന് പെട്ടെന്ന് തിയേറ്ററിലേക്ക് മാറ്റി. കുറെ കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ കസിന്റെ ഡോക്ടർ സിയപ്പന് എന്നോട് അറിയുന്നതിട്ട് പറഞ്ഞു, മോനി നല്ല പിന്നെ മോനി ബാബയുടെ 2ാം ജന്മമാ വിചാരിച്ചു. She was completely gone. There were plenty of blood clots. അദ്ദേഹം പറഞ്ഞ മക്കളെ ദൈവം ലേസർ ഉപയോഗിച്ച് ബാബയുടെ ബ്ലീഡിങ് നിർത്തിയത് കൊണ്ടാണ് നിങ്ങൾ വന്നു പറ്റിയതെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ദൈവമേ, എന്റെ പ്രിൻസിപ്പൽഷിപ്പിന് എന്ത് വരാം, എന്റെ ബാങ്ക് ബാലൻസ് എന്ത് വരാം. എന്റെ ഭാര്യ മരണത്തിലേക്ക് വഴിയിരുന്നത് നിസ്സഹായനായി നോക്കിക്കേണ്ടി വന്നൊരു മനുഷ്യനാണ്. പക്ഷേ തക്ക സമയത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നിലവിളികൾ നിൽക്കുന്ന ഒരു ദൈവം, ഒരപ്പൻ. ദൈവം എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ അവർക്ക് ഉപയോഗിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നമുക്കൊരു അപ്പനുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന, വേദനകൾ അറിയുന്ന, ക്ഷമിച്ചായിരിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. നമ്മളൊക്കെ നാട്ടിற்கு വേണ്ടി കലയുന്ന പലരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാവർക്കും കൂടെ അതിനോട് ചേർത്ത് പറഞ്ഞിട്ട് ഇതാണ് വിടാൻ ആഗ്രഹിക്കുക. കാരണം ഇത് തന്നെ പറഞ്ഞാൽ നമുക്ക് എത്ര മണി വരെയായാലും ചെയ്തതെനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ദൈവം സങ്കടങ്ങൾ കേട്ടത് നിലവിളിക്ക് മറുപടി തന്നു. ആ ഒരു അനുഭവം കൂടെ പറഞ്ഞാണെങ്കിൽ, ഞങ്ങള് തലപ്പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചെങ്ങന്നൂർക്കാരി ടീച്ചറുണ്ടായി. അമ്മയുടെ ടീച്ചറിനാണ് പേര്. പുള്ളിക്കാരത്തിന്റെ ഹസ്ബൻഡ് അർജന്റീനയിൽ. അപ്പം ഞാനൊരു ദിവസം ഈ പുള്ളിക്കാരത്തിന്റെ മക്കള് മൂത്ത 2 ആൺമക്കൾ, മൂത്തൊരു മോള്, പിന്നെ 2 ആൺമക്കള്, പിന്നെ ഇളയൊരു മോള്. അപ്പൊ ഈ 2 ആൺമക്കളും ഒന്നിനൊന്നിന് വിളിച്ചാണ് അനുസരിക്കത്തില്ല. സർവത്ര പ്രശ്നം. അവരെ ഹോസ്റ്റലിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരുപാട് വല്ലാതെ വഷളാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ കയറി ചെല്ലുമ്പോ ഈ ടീച്ചറ് വലിയൊരു വിറകോളി എടുത്ത് ഈ 2ാമത്തെ മോനെ അടിക്കുക. അപ്പൊ ഞാൻ എന്നെ കണ്ടത് ഈ വിറകോളി എടുത്ത് എറിഞ്ഞിട്ട് ഈ ടീച്ചർ നെഞ്ചത്തടിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായി, ദൈവം എന്റെ കുഞ്ഞിനൊരു മാനസാന്തരം എന്ന് കൊടുക്കും സാറേ? ശബ്ദം ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങില്ല. ദൈവം എന്റെ കുഞ്ഞിന് എന്ത് മാനസാന്തരം കൊടുക്കും? എന്താ സംഭവിച്ചെന്നറിയാമോ? ആ പൈതൽ വളർന്നു. അവൻ MBAക്ക് പഠിക്കുമ്പോ കോളേജിലേക്ക് തലവേദനയായി. എന്റെ അനിയൻ അവിടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്നുണ്ട്. ഇവര് എക്കണോമിക്സ് ആയി. അവനൊരു ദിവസം എന്റെ അനിയൻ ഇവരെ ഡിപ്പാർട്ട്മെന്റിനോട് വിളിച്ച് എഴുതി കൊടുത്ത വ്യക്തിയായിട്ട് കണ്ടെത്തിക്കുക. ടീച്ചേഴ്സ് എല്ലാം കൂടെ ഓടിക്കൊണ്ട് പിടിച്ചു. സാറേ ഇപ്പൊ കാണിക്കുന്നു എനിക്ക് നല്ലൊരു അറിയുന്നതാണ്. അതുകൊണ്ട് ഇവന് 2 കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, MA കഴിഞ്ഞു, MBA കഴിഞ്ഞു. ദൈവം അവനെ വേലയ്ക്കായിട്ട് വിളിച്ചു. അവൻ നോർത്ത് ഇന്ത്യയിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേറ്ററായി അവന്റെ MA MBA കഴിഞ്ഞിട്ട് ദൈവം അവനെ മാറ്റിയെടുത്തു. സിജിമലിസിന്റെ കാര്യം എനിക്ക് പറയാം. അവനിപ്പോൾ അവൻ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ദൈവം അവന് ദർശനം കൊടുത്തു. അവൻ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു കൂട്ടം ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടി ഒരു ക്ലാസ് സ്കൂള് തുടങ്ങാൻ അവൻ വലിയൊരു പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിക്കേഷൻസ് അവർ എനിക്ക് അയച്ചുകൊണ്ടേയിരിക്കും. ഒരു ആ ടീച്ചർ ഇപ്പോഴും ഉണ്ട് കേട്ടോ.
കഴിഞ്ഞ മാസം ആ ടീച്ചറുടെ ഹസ്ബൻഡിന്റെയും 66ാമത് വെഡിങ് ആനിവേഴ്സറിയാണ്. ഞാൻ വിളിച്ച് ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് കാര്യങ്ങൾ ഷെയറിച്ചു. ആ ടീച്ചറുടെ കണ്ണുനീര്, മക്കൾക്ക് വേണ്ടി കരയുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ കണ്ണുനീര് ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കി തക്ക സമയത്ത് നിനക്ക് മറുപടി തന്നു നിന്റെ മാനസിക ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഇന്നോടനുസരിച്ച് നമ്മുടെ കണ്ണുനീർ ഒരിക്കലും വ്യർത്ഥമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെത്ര നല്ലവരായിരുന്ന അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവകാശം പറഞ്ഞു വിടണം. വിശാല അവരുടെ മേൽ അവകാശം പറയാൻ സമ്മതിക്കരുത്. നമ്മൾ അതിനു മുമ്പ് നമ്മുടെ കർത്താവിന്റെ രക്തത്താൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ അവകാശം പറഞ്ഞ് അവരെ നിർത്തിക്കോണം. അത്രമാത്രം വർഷത്വം നിറഞ്ഞ ഒരു ലോകത്തിലാണ് കുഞ്ഞുങ്ങൾ വളർന്നത്. വല്ലാത്ത ലോകമാണ്. കാരണം ഈ മൊബൈൽ കേൾക്കുമ്പോൾ പിള്ളേർക്ക് അഡിക്ഷനാവുക. ഇതിൽ നിന്ന് പിള്ളേരെ വിടുവിക്കാൻ വലിയമാണ്. എന്തുമാത്രം നമ്മുടെ അടുത്ത വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തുമാത്രം നമ്മൾ കാണണം. നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സേഫാണ്. നല്ല പ്രിയമുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതിന് വളരെ പ്രോണാണ്. കുഴപ്പമെന്താണെന്നറിയാമോ? ഇവര് സ്കൂളിൽ ചെല്ലുമ്പോ അപ്പുറത്തും പറയും, എടാ എനിക്ക് ഇത്ര പോയിന്റ് കിട്ടിയടാ, നിനക്ക് എത്ര കിട്ടി? അപ്പൊ ഇവര് പറയാനില്ല. അപ്പൊ അവന്റെ അഭിമാനത്തിന്റെ അഭിമാന പ്രശ്നമായി മാറും. പിന്നെ അവൻ എതിലേക്കൂടെയും വൈഫൈ നമ്മൾ ഓഫ് ചെയ്താലും അവൻ എന്തിനേലും വൈഫൈ ഓൺ ചെയ്യും. എന്തെങ്കിലും പറഞ്ഞു പ്രിയമുള്ളവരെങ്കിലും തലമുറയുടെ നാടിനെ വളരെ കണ്ണീരോടും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ ഇങ്ങനെ പറഞ്ഞിരുന്നാൽ ഇവിടെ തന്നെ നിൽക്കും. യോസേഫിന്റെ നമുക്കറിയാം, 17ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ട യോസേഫ് നിവൃത്തിയായി. എന്ന് സ്വപ്നം കണ്ടോ അന്ന് മുതൽ അവന്റെ രാഷ്ട്രകാലമാണ്. സ്വപ്നം ഏട്ടന്മാരോടും അപ്പനോടൊന്ന് പറഞ്ഞു പോയതാണ്. നേരെ പോയത് എങ്ങോട്ടാണ്? കൊട്ടക്കുഴി. ഇനി കൊട്ടക്കുഴിയിൽ കയറി കഴിയപ്പെടോ അവിടെ ഏഴ് ദേവദാസൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടു, ഈ പൊട്ടക്കുഴിന്ന് പൊട്ടിട്ട് കഴിഞ്ഞ് അതുവഴി ഈ കന്നുകാലികളെ വിൽക്കുന്നവരോ അല്ല അടിമ കച്ചവടക്കാരോ എല്ലാം വന്നിരുന്നെങ്കിൽ യോസേഫിനെ കൊടുക്കുക. അങ്ങനെയാണ് യോസേഫ് എവിടെ പോയത്? ഒരു അടിമച്ചങ്ങല പോയത്. ആ അടിമച്ചങ്ങല പോയിരുന്നെങ്കിൽ ഏതെങ്കിലും കാരണവശാലും അവൻ പൊട്ടി വരുമോ? പുറത്തു വരുമോ? ഇല്ല. പക്ഷെ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന വ്യാപാരികളാണ്. നോക്കണം ദൈവത്തിന്റെ പദ്ധതി. സുഗന്ധദ്രവ്യം വിൽക്കുന്ന വ്യാപാരികളാണ് വന്നത് കൊണ്ട് സഹോദരന്മാരെല്ലാം അവിടെ പിടിച്ച് യോസേഫിനെ അവരെ കൊടുത്തു. അവന് വേണ്ടി യോസേഫിനെ വിൽക്കുന്നതല്ല. അവരെവിടെ നല്ല സുഗന്ധദ്രവ്യങ്ങൾ, നല്ല പെർഫ്യൂംസ്, അറേബ്യൻ പെർഫ്യൂംസ് ഒക്കെ വാങ്ങുന്നതാണ്. അപ്പൊ ഇപ്പൊ വാങ്ങാൻ പറ്റുമോ? നല്ല വിലയുള്ളതാണ്, ഉന്നതന്മാരാണ്. അതുകൊണ്ട് ഇവര് കൊട്ടിയേക്ക് വിറ്റതാണ്. രാജാവിന്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ടവൻ. നോക്കണം, ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവജനമേ, നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ആ നാള് മുതൽ ദൈവം നമുക്ക് വേണ്ടി മനോഹരമായ ഒരു പദ്ധതി, മനോഹരമായ ഒരു ബ്ലൂ പ്രിന്റ് അവർ ഉണ്ടാക്കുന്നുണ്ട്. നീ ആ ബ്ലൂ പ്രിന്റിനോട് ചേർന്ന് നിന്നാലുണ്ടല്ലോ ദൈവം നിന്നെ എത്തേണ്ടടുത്ത് എത്തിച്ചോളും. എന്തെല്ലാം പ്രതികൂലം വന്നാലും, എന്തെല്ലാം കൊടുങ്കാറ്റ് നിന്റെയും നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിച്ചാലും ദൈവം നിന്നെ എവിടെ ഉദ്ദേശിച്ചോ അവിടെ ദൈവം നിന്നെ എത്തിക്കാൻ തന്നെ ചെയ്യും. അവൻ വിശ്വസ്തനാണ്. യോസേഫിന്റെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. രണ്ടാമതായിട്ട് ഇസ്രായേൽ മക്കൾ ഈ സമയത്ത് ഓർക്കണം,
430 വർഷമായിട്ട് ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന് ഞെളിവിലോടുക. ഒരു രക്ഷയില്ല. ഫറവോന് മോശയും സഹോദരനും കൂടെ ചെന്ന് അത്ഭുതങ്ങൾ കാണിക്കും തോറും ഇസ്രായേൽ മക്കളുടെ കഷ്ടത കൂടി അല്ലേ? അവസാനമായപ്പോ അവരും സഖ്യം മോശയുടെ സഹോദരനോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഒഴിവാക്കിത്തരാമോ, ഇതിങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തും. പക്ഷേ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം അവരെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവരെ പുറത്തെടുത്തു. നമ്മുടെ ദൈവം ആരാ? എല്ലാ പാപത്തിൽ നിന്നും, എല്ലാ ശാപത്തിൽ നിന്നും, എല്ലാ അടിമത്തത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് പുറത്തെടുക്കുന്ന ദൈവമാണ്. എന്തുമാത്രം കെട്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിലും ഒരു തരത്തിലും നമ്മൾ പുറത്തു വരത്തില്ല, നമ്മുടെ മക്കൾ പുറത്തു വരത്തില്ല നമ്മൾ വിചാരിച്ചാലും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവർ തക്ക സമയത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് എഴുന്നേൽപ്പിക്കേണ്ടുന്നവരെ എഴുന്നേൽപ്പിച്ച് അവൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുക തന്നെ ചെയ്യും. അവൻ നമുക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത് മാത്രമാണ് വലിയൊരു രസം കാണുന്നത് അറിയാമോ? 430 വർഷമായിട്ട് ഈ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന് ഈ ഇസ്രായേൽ മക്കളുടെ ബന്ധമുണ്ടോ? 10 പൈസയുടെ കാശില്ല അവരുടെ. പക്ഷേ ഇറങ്ങിയപ്പോഴോ ഇസ്രായേലിലെ സകല സമ്പത്തും കൊള്ളയിട്ടുണ്ടാക്കി. അവര് ഇസ്രായേലിനെല്ലാം ചോദിച്ചതെല്ലാം കൊടുത്തു. കാരണം ഈ ശല്യം തൊഴിലാണ്. ചോദിച്ചതെല്ലാം കൊടുത്തു അല്ലേ? അതുകൊണ്ട് പിന്നീട് ആലയം പണിക്കൊക്കെ സ്വർണ്ണത്തിന് ക്ഷാമം. എന്തുമാത്രം സ്വർണ്ണം ആലയത്തിന് വേണ്ടി കിട്ടിയത്? ഒരു ആഹ്വാനം നടത്തിയപ്പോൾ എവിടെ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് ഇത്? 430 വർഷം അധ്വാനിച്ചതിന്റെ എല്ലാം പലിശ ദൈവം തമ്പുരാൻ അവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, പൊയ്ക്കോളാൻ ഇറങ്ങിക്കോളാൻ. വചനം പഠിച്ച നമ്മുടെ ദൈവം ആരാണ്? ഹല്ലേലൂയ. അവൻ ഇന്നും ചരിത്രത്തെ നിയന്ത്രിക്കുന്നവരാണ്. ചരിത്രത്തിന്റെ അധികാരമുള്ളവരാണ്. തന്റെ ആലോചനയ്ക്കനുസരിച്ച് ചരിത്രത്തെ നിയന്ത്രിക്കുന്നവരാണ്. ഡോക്ടർ പറഞ്ഞല്ലോ, ദൈവസഭ പീഡനത്തിൽ കൂടെ ഒക്കെ കടക്കുക. കാരണം എന്താ? അങ്ങനെ നടക്കോ? ഇല്ല. കാരണം ഒരു സഭയ്ക്കകത്ത് ശുദ്ധീകരണം ആവശ്യമാണ്. യഥാർത്ഥത്തിലുള്ള ദൈവഭക്തന്മാർ, ദൈവദാസന്മാരും ദൈവസഭകളും ഏതെന്ന് ജനം തിരിച്ചറിയേണ്ടതിന് ദൈവ കഷ്ടതയിൽ കൂടെ ഒക്കെ കടത്തിവിടുകയാണ് സഭ. ഇന്ന് നമ്മൾ പൊടി പിടിച്ചിട്ട് കാര്യമില്ല, ജാഥ നടത്തിയിട്ട് കാര്യമില്ല. കണ്ണീരോട് അനുതാപത്തോടും കണ്ണീരോടും കൂടെ ദൈവസ്ഥലത്തിൽ മുട്ടുമടക്കിയല്ലാതെ ഒരു വഴിയില്ല. വചനത്തിൽ പറയുന്ന ന്യായവിധി ദേവാലയത്തിൽ ആരംഭിക്കാൻ സമയമായി. അപ്പൊ ന്യായവിധി ആദ്യം തുടങ്ങുന്നത് എവിടെയാ? ദേവാലയ ഗ്രഹത്തിൽ. വളരെ ശ്രദ്ധിക്കണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. വളരെ ധനത്തോടു കൂടി ദൈവം അവരെ പുറത്തെടുക്കുക. മുമ്പോട്ട് പോകാം. മൂന്നാമതായിട്ട് നാം കാണുന്ന ദൈവം അവരെ കൊണ്ടുപോയത് നേരെ കനാൻഡാമിലോട്ടാണ്. വേഗത്തിലാണ് കയറേണ്ടത്. 40 വർഷം മരുഭൂമിയിൽ ഇങ്ങനിട്ട് കറങ്ങി. പ്രിയമുള്ളവരെ, നമുക്കൊരു വാഗ്ദത്തമുണ്ടോ? ആ വാഗ്ദത്ത നിവർത്തിക്ക് ഒരു സമയമുണ്ട്. വഴിയില്ല. ദൈവം നമ്മുടെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് നിന്നോണം. പക്ഷെ തമ്പുരാന്റെ സമയത്ത് തമ്പുരാൻ അവിടെ എത്തിച്ചു. ദൈവം തമ്പുരാൻ ഇവരെ നടത്തുന്ന പ്രശ്നങ്ങളുടെ അറിവിൽക്കൂടാ അല്ലേ? ആദ്യം ചെന്നിരുന്നത് എവിടെ? ചെങ്കടലിന്റെ മുൻപിൽ. മുമ്പോട്ട് നോക്കിയപ്പോ
അവരെന്ത് പറഞ്ഞു? നീ എന്തിനാണ് നിലവിളക്ക് നിന്റെ വഴിയെ കൊണ്ട് നീട്ടാൻ? ദൈവം വലിയ, ഞാൻ ഈ സമയമില്ലാത്ത പോർഷൻസ് ഒന്നും എടുത്ത് വായിപ്പിക്കാത്ത, ദൈവം വലിയൊരു കിഴക്കൻ കാറ്റടിപ്പിച്ചു, സമുദ്രം രണ്ടായി മാറി. എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയാണ് ഈ വലിയ കിഴക്കൻ കാറ്റടിപ്പിച്ച് വെള്ളത്തെ രണ്ടായിട്ട് ഭാഗിച്ചെങ്കിലും ഇസ്രായേൽ മക്കൾ വെള്ളം പറഞ്ഞു. നമ്മള് ഒരു കൊടുങ്കാറ്റടിക്കുമ്പോ നമ്മൾ ടി വി കാണും, എന്തുമാത്രം വൃക്ഷങ്ങളും വീടുകളും എല്ലാം ആ കാറ്റിന്റെ പവറാതെ പറഞ്ഞു. അപ്പൊ ചെങ്കടൽ രണ്ടായിരത്തി വിഭജിക്കത്തക്കവണ്ണം ദൈവം ഒരു കിഴക്കൻകാറ്റടിച്ചപ്പോൾ ഇസ്രായേൽ ദൈവം തന്റെ മക്കൾക്ക് ചുറ്റും വലിയൊരു കോട്ടയായി. അവൻ നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ കോട്ടയാണ്. കഷ്ടകാലത്ത് നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ കോട്ടയാണ്. ഒരുപാട് നമ്മളെ തള്ളിക്കളയുന്നവനല്ല. അവന്റെ ബലമുള്ള കരങ്ങളുടെ ചിറകിന്റെ മറവിൽ നമ്മളെ മറയ്ക്കുന്നതിനും പറവൂർ സൈന്യം കുറയും. അവിടെ വലിയ മർമ്മമുണ്ട്. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഈ ചെങ്കടൽ വിളർന്നതൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കും, ചെറിയൊരു വഴി തുറന്നു അല്ലേ? എത്ര ലക്ഷം ജനങ്ങളുണ്ടായി. ഇവരെല്ലാം ഒറ്റ രാത്രി കൊണ്ട് അക്കരെ കിടക്കണമെന്നില്ലേ? ദൈവം തുറന്ന വഴി എന്താ ബുദ്ധി അതിട്ടുണ്ടല്ലോ. എന്തുമാത്രം നീളത്തിലും വീതിയിലുമായിരിക്കും വഴി. ഇസ്രായേൽ മക്കൾ മുഴുവൻ നടക്കുകയാണ്. ഇവിടെ ഇതെങ്ങനെ നടക്കുന്നത്? സമുദ്രത്തിന്റെ അടുത്തേക്ക് ഇത് നടക്കാൻ പറ്റും. എല്ലാവരുടെ ഈ നമ്മളെ സാധാരണ മുമ്പ് ടി വി കണ്ടിട്ടുണ്ട്, ചില പക്ഷികളൊക്കെ പിന്നെ കൂട് വെച്ചിട്ട് ഇങ്ങനെ വലിയ മരത്തിന്റെ വലിയ പിന്നെ വെള്ളത്തിന്റെ സൈഡിലുള്ള മരത്തിലൊക്കെ കൂട് വെച്ചിട്ട് ഒത്തിരി വലുതായി കഴിയുമ്പോൾ ആ പിന്നെ അതിന്റെ മേളിൽ ആ കൂട്ടിന് നേരെ താഴ്ന്നില്ലേ വെള്ളത്തിലാണ്. അന്നേരം പോലെ നീന്തി ഇറക്കാൻ തുടങ്ങും. സമുദ്രത്തിന്റെ ആഴത്തിൽ എങ്ങനെ നടന്നു? ദൈവം അവിടെ വേറൊരു പെരുവഴിയെ കുറയ്ക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവന്റെ വഴി സമുദ്രത്തിലും പെരുവെള്ളത്തിന്റെ മീതെയുമാണ് അവരുടെ വഴികൾ. സൈന്യം പുറകെ വന്നാൽ അവൻ നടുക്കാകുമ്പോൾ ദൈവം അതിനിടയ്ക്ക് ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തു അല്ലേ? മുന്നേ പോയിരുന്ന വേദസ്തംഭം പുറകെ വന്ന് നിന്നു, പറവന്റെ രഥങ്ങളെയൊക്കെ തെറ്റിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇവരെ കണ്ടേ കഴിഞ്ഞപ്പോ തമ്പുരാൻ മോശയോട് പറഞ്ഞു, മോശേ ഇതിന്റെ വഴിയൊന്ന് തിരിച്ചു നീട്ടിയപ്പോഴോ പറവനും സൈന്യം വെള്ളത്തിലേക്ക് മാറി. നോക്കണം, ഇവിടെ ദൈവത്തിന്റെ വലിയ ഭീഷണതയാണ്. പണ്ട് ഫറവോന്റെ അടുത്ത് ചെന്ന് മോശ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു, എന്റെ ജനത്തെ എന്നെ ആരാധിക്കാൻ വിട്ടയക്കുക. ഫറവോൻ അഹങ്കാരത്തോടെ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങളുടെ ദൈവം ആരാ? അവൻ പറയുന്നു, ഞാനെന്നെ വിട്ടയക്കത്തക്കവണ്ണം ഇവൻ ആരാ? അപ്പൊ തമ്പുരാൻ മറുപടി കൊടുക്കണം. ആ മറുപടിയാ സമുദ്രത്തിന്റെ നടുവിൽ വെച്ച് ദൈവം നൽകിയത്. ഹല്ലേലൂയ. നിന്നെ വേദനിപ്പിച്ചവർ, നിന്നെ തകർത്താൻ നോക്കിയവർ നിന്റെ കൺമുമ്പിൽ വെച്ച് തകർന്ന് വീഴുന്നത് കാണാൻ ദൈവം നൽകിയ അവസരം. പ്രിയമുള്ള ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് വകുപ്പുള്ളേ, അവരെ സ്നേഹിക്കാനേ വകുപ്പുള്ളൂ. ദൈവം അവരുടെ ന്യായം നടത്തുന്നതിന് പ്രാർത്ഥിക്കാൻ നമുക്ക് അധികാരമില്ല. പക്ഷേ നമ്മുടെ ദൈവം ഭീഷ്ണതയുടെ ദൈവമാണ്. He is a jealous God who will not part his glory with anyone else. തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത ഭീഷ്ണതയുടെ ദൈവമാണ്. ഹല്ലേലൂയ. നാം മുമ്പോട്ട് പോകട്ടെ.
അഞ്ചാമതായിട്ട് അവർ വന്ന് എവിടെ വന്നു? വെള്ളം കിട്ടാതെ അരുവിൽ ഉഴന്നു. വെള്ളം കിട്ടിയപ്പോഴും വെള്ളം കൈപ്പുള്ളതായിരുന്നു. പക്ഷേ ജനം മുഴുവൻ പുറപ്പെടുത്തു. ദൈവം മോശയോട് പറഞ്ഞു, വൃക്ഷത്തിന്റെ മുമ്പ് വെട്ടി വെള്ളത്തിൽ ഇടാൻ പറഞ്ഞു. വൃക്ഷത്തിന്റെ മുമ്പ് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമാക്കി തീർത്തു. അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, പാറയെ മധുരമാക്കി തീർക്കും അവൻ, പാറയെ പിളർന്ന് ദാഹം തീർക്കും അവൻ. നമ്മുടെ പാറയുടെ അനുഭവങ്ങളെ മധുരമുള്ള അനുഭവങ്ങളാക്കി തീർക്കുന്നവനാണ് നമ്മുടെ ദൈവം. എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അവന്റെ വഴികൾ അപ്രമേയമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തന്നെ ചെയ്യും. ഒരു നാളും നമ്മളെ കൈവിടത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം കൈവിടത്തില്ല. സ്വന്തം പുത്രനെ അവൻ കാൽവരിയിൽ കൈവിട്ടെങ്കിലും അവന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മെ ആരെയും അവൻ കൈവിടുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് യൂദാ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന്. നമ്മളെ അന്ത്യത്തോളം നടത്തി കളങ്കമില്ലാത്തവരായി ദൈവസ്ഥലിൽ കൊണ്ടെത്തിക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, വാക്കും മാറാത്തവനാണ്. ഒരു നാളും നമ്മളെ തള്ളിക്കളയാത്തവനാണ്. വെള്ളം മധുരമാക്കി തീർത്തു കഴിഞ്ഞ് അടുത്ത ദൈവം നൽകുന്ന ഒരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. നമ്മുടെ ദൈവം ആരാണ്? നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവയാണ്, നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്, നമുക്ക് ഒരു അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും ജീവിക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കും ഓരോരുത്തരോട് ചേർന്ന് പറയാം, ഈ ദൈവം എന്നേക്കും എന്റെ ദൈവമാകുന്നു. അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. ഈ വാക്കുകളാൽ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ കടലിന്റെ അനുഭവങ്ങളിൽ, വേദനയുടെ അനുഭവങ്ങളിൽ, നിരാശയുടെ അനുഭവങ്ങളിൽ ചിരിച്ചു പോകാതെ, തകർന്നു പോകാതെ അവന്റെ ബലമുള്ള കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട്, അവന്റെ കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നമുക്ക് ഈ ഓട്ടം ഓടി തികയ്ക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുവാനാകട്ടെ. ആമേൻ. ഞങ്ങളെ തുറവുകൾ കർത്താവ് ക്ഷമിച്ചല്ലോ. നീയോട് സ്തോത്രം. ഈ ആഴ്ചയെ അങ്ങയുടെ കരങ്ങൾ തരുന്നു കർത്താവെ. ഞങ്ങള് ഇപ്പോൾ പല സാക്ഷ്യങ്ങളെ സാർ പറഞ്ഞു, പല അനുഭവങ്ങൾ പറഞ്ഞു. അതുപോലെ ഞങ്ങളെ കർത്താവ് ഞങ്ങളുടെ ജീവിതാന്തത്തോളം വരെയും കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും നടത്തുകയും ചെയ്യുന്നവരായ ദൈവമാണ്. നിത്യജീവൻ ഞങ്ങൾക്ക് തരുന്നതോടൊപ്പം നിത്യേനയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ